വെൽക്കം ബാക്ക് മാളു സ്റ്റോറി. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഡെയിലി മേക്കപ്പ് റൊട്ടീനാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. ഓൾമോസ്റ്റ് ഒരുപാട് മെസ്സേജസ് ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ വരുന്നതാണ് എങ്ങനെയാണ് മേക്കപ്പ് ഒക്കെ ചെയ്യാന്നുള്ളത്. സോ ഞാൻ വലിയ ഹെവി മേക്കപ്പ് ഒന്നും ചെയ്യുന്ന ആളല്ല, പക്ഷെ നന്നായിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യും. ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും ഉള്ള തോന്നലാണ് ഇവൾ ഫുൾ മേക്കപ്പ്, അല്ലെങ്കിൽ പൊതുവെ ഇവൾ ഫുള്ള് പുട്ടി അടിക്കുന്ന ആൾക്കാരാണ്. ലിപ്സ്റ്റിക്കൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു കോൺഫിഡൻസിൻ്റെ ഭാഗമാണ്. എൻ്റെ ബിസിനസ്സിൽ ഞാനൊക്കെ ഒരുപാട് പേരോട് സംസാരിക്കുമ്പോൾ അത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്, കോൺഫിഡൻസിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ മേ ബി ലിപ്സ്റ്റിക്ക് ഇടുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എപ്പോഴും എല്ലാവരും ചെയ്യുന്ന പോലെ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കിൻ കെയർ തന്നെയാണ്. ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു സ്കിന്നിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. സ്കിന്നിൽ അത്യാവശ്യം നന്നായിട്ട് പിമ്പിൾസും ആക്നീസും ഒക്കെ ഉണ്ടായിരുന്നു. സോ കംപ്ലീറ്റ് റിമൂവ് ആയി ഇപ്പോൾ ഒരു ക്ലിയർ സ്കിന്നായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഈ ഒരു സ്കിന്നിൻ്റെ ചേഞ്ച് എന്നുള്ളത് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ആവുന്നുണ്ട്. സോ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് നമ്മളിത് സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ അൾട്രാമാറ്റിൻ്റെ SPF 50 സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം അടിപൊളിയാണ്, സ്വെറ്റ് പ്രൂഫ് ആണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്, UVP പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്, എല്ലാം കൊണ്ട് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. അത്യാവശ്യം പ്രത്യേക സ്മെല്ലോ കാര്യങ്ങളൊന്നും ഇതിന് വരുന്നില്ല. അടിപൊളി സൺസ്ക്രീനാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായ സൺസ്ക്രീനാണ്. സോ ഈ ഒരു സൺസ്ക്രീനിൻ്റെ മുന്നേ ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോൻ്റെ സൺസ്ക്രീനായിരുന്നു. സോ അപ്പോൾ ഇത് നമ്മൾ എടുക്കുക. ഇത് ആക്ച്വലി തീർന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ മലയാളികൾ മറ്റേ പേസ്റ്റൊക്കെ നിൽക്കുന്ന മാതിരി നമ്മളിങ്ങനെ ഞെക്കി ഉപയോഗിക്കണം. അത് ഞാൻ ഓൾറെഡി ഒന്നും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. വരുന്ന വരെ നമ്മളിത് വെച്ച് അഡ്ജസ്റ്റ് പണ്ണണം. സോ അത് നമ്മൾ സൺസ്ക്രീൻ, പലരും ഞാൻ സൺസ്ക്രീൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ ഒരു ടേപ്പാണ് കയ്യിലാക്കി ഉരച്ചിട്ടൊക്കെ, പ്രത്യേകിച്ച് മെൻസൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ. എൻ്റെ അച്ഛനൊക്കെ എന്തെങ്കിലും കൊടുത്ത് അങ്ങനെ ഉരച്ചരച്ച് ഇങ്ങനെ മുഖത്തിടുന്നതും കാണാതെ അങ്ങനെ ഇടാൻ പറ്റില്ല. നമ്മളിതങ്ങനെ സ്കിന്നിൽ ടെക്സ് ചെയ്ത് കൊടുക്കും. ഒരിക്കലും സ്കിന്നിങ്ങനെ 2 കൈ വെച്ച് വരെ ചുമരിൽ ഉരയ്ക്കുന്നതായിരുന്നു ഉരയ്ക്കാനേ നമ്മൾ പാടില്ല. സ്കിന്നിനൊക്കെ അത്രയും നമ്മൾ കെയർ ചെയ്യണം. വളരെ ലൈറ്റായിട്ട് നമ്മളെ കൈ പോലും സ്കിന്നിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ. നമ്മൾ ആദ്യം സൺസ്ക്രീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമ്മൾ ഒരു പാർട്ട് എടുക്കുക. ഒരു സർക്കുലാർ മോഷനിൽ നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിന്നിലേക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യണം ഗൈസ്. എൻ്റെ സ്കിന്ന് നിങ്ങളിത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മാറ്റം, അത്യാവശ്യം മാറ്റ് ഫിനിഷ് ഫീൽ ചെയ്യണം. നല്ല സ്മൂത്ത് ആവും സ്കിന്ന്, നല്ല മാറ്റ് ഫിനിഷുമാണ് സംഭവം, നല്ല പ്രൊട്ടക്ഷനുമാണ്. ആക്ച്വലി ഇതൊക്കെ ഇട്ട് ഞാൻ ഈ കഴിഞ്ഞ വേനൽക്കാലത്തൊക്കെ നല്ല വെയിലാണ്. നമ്മൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയതിനെക്കൊണ്ട് നട്ട വെയിലത്ത് പോലും നമുക്ക് പ്ലോട്ടിൽ പോകേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് പോലെ ഇതിട്ട് പോയതാണ്. ഭയങ്കര പ്രൊട്ടക്ഷൻ അടിപൊളിയാണ്, എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പൊളിയാണ് ഗൈസ്. ഓട്ടോമാറ്റിക്കലി തീർന്നുണ്ട്. ഇന്നാളായിരിക്കും വരിക പറിച്ചോനി എന്നുള്ളൊരു നമ്മൾ കഴുത്തിലും ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ എൻ്റെ സ്കിന്നിൽ ചെറിയൊരു ബ്രൈറ്റൻ നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് ഞാൻ ഫേസിൽ ഡെയിലി അപ്ലൈ ചെയ്യുക. അല്ലാതെ നമ്മളൊരു സൺസ്ക്രീൻ അല്ലെങ്കിൽ ഫൗണ്ടേഷനോ കൺസീലറോ ഇതൊന്നും അപ്ലൈ ചെയ്യില്ല. ഇത് മാത്രമാണ് സ്കിന്നിൽ ഡെയിലി അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ പുറത്ത് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടും, കണ്ണ് എഴുതും, ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഒരു മേക്കപ്പ് റൊട്ടീൻ പോകുന്നത്. പണ്ട് ഞാൻ ഡെയിലി പറയുന്നത് എന്താ, നമ്മൾ ഡെയിലി ഫൗണ്ടേഷനും കൺസീലറും ഇല്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മുഖം തന്നെ കണ്ടാൽ പേടിച്ചു പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇട്ടിട്ടിട്ട് ശീലമായിപ്പോവും. ഒരുപാട് പെൺകുട്ടിയൊക്കെ അറിയാൻ മതിയാണ്. നമ്മളത് ഓട്ടോമാറ്റിക്കലി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ശീലമാണ് സംഭവം. പിന്നെ ഞാനത് കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കി. പിന്നെ ഞാൻ സ്കിന്നിൽ അങ്ങനെ ഇടാൻ തുടങ്ങിയില്ല. അത് ബ്യൂട്ടീഷ്യൻ പഠിച്ചതിന് ശേഷമാണ് ഞാനത് ഒഴിവാക്കിയത്. കാരണം നമുക്ക് മനസ്സിലായി നമ്മുടെ സ്കിന്നിൽ അത്രയും ഒരുപാട് സുഷിരങ്ങളും പാളികളിലേക്കൊക്കെ ഈ ഫൗണ്ടേഷനൊക്കെ ഇറങ്ങും നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അതിന് നമ്മൾ എത്ര ഫേസ് വാഷ് യൂസ് ചെയ്താലും എത്ര ക്ലെൻസ് ചെയ്താലും അത് അവിടെ തന്നെ കിടക്കും. സ്കിന്ന് നല്ലോണം അത് ബാധിക്കുകയും ചെയ്യും. നല്ല ഡ്രൈ ആവും സ്കിന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫൗണ്ടേഷനൊക്കെ പ്രോഗ്രാംസും ഫങ്ഷൻസൊക്കെ വരുമ്പോൾ മാത്രം ഉപയോഗിക്കുക. ജസ്റ്റ് അഡ്വൈസ് ആണ്. അതായിരിക്കും കുറച്ചുകൂടെ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിന് ബെറ്റർ ആവാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ വേഗം ഐ മേക്കപ്പിൻ്റെ ഒക്കെ മുന്നേ ഞാൻ ആദ്യം ലിപ്സ്റ്റിക്ക് ഇടും. ഞാനിതാ മെബിലൈൻ്റെ സൂപ്പർ സ്റ്റിയർ മാറ്റ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് 20 ലിപ് കളറാണ്. ഇത് നല്ല അടിപൊളി ഷെയ്ഡാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. കാരണം ഇത് ഞാൻ ഒരിക്കലും ലിപ്സ്റ്റിക്ക് മേടിക്കാൻ എന്നുള്ള രീതിയിൽ പോയി എടുത്തതല്ല. ഒരു ദിവസം ഞാൻ വർക്കിന് പോകുമ്പോൾ ലിപ്സ്റ്റിക്ക് എടുക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ എൻ്റെ ഗതികേട് കൊണ്ട് വാങ്ങിയ സംഭവമാണ് പോയിട്ട്. പക്ഷേ അടിപൊളിയായിരുന്നു ഗൈസ്, ഒരു രക്ഷയില്ലായിരുന്നു. നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും ഒരു കുറച്ച് അപ്ലൈ ചെയ്താൽ മതി. അത്യാവശ്യം നല്ല ബ്രൈറ്റൻ ആയിട്ടുള്ള കളറാണ്.
എനിക്കുള്ള സ്വഭാവം ഇങ്ങനെ വക്കും, എന്നിട്ട് എവിടെയെങ്കിലും തുണി തുടച്ചിടും. എൻ്റെ അമ്മയോട് ചീത്തയാണ്. അത്യാവശ്യം നല്ല ബ്രൈറ്റൻ കളറാണ്. ഈ ബ്രൈറ്റൻ കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് പൊതുവെ കുറച്ചും കൂടെ നമ്മളെ സ്കിന്നൊന്ന് ഹൈലൈറ്റ് ആകും, കുറച്ചും കൂടെ കളറ് തോന്നിക്കും, കുറച്ചും കൂടെ കോൺഫിഡൻസ് ലെവൽ കൂടും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതാണ്, കോൺഫിഡൻസ് ആണ് മെയിൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ കുറച്ചുകൂടെ കളറും ഫേസിൽ തോന്നിക്കും. നമുക്ക് വേറെ ഒന്നും വേണ്ടെങ്കിൽ ഒരു മേക്കപ്പിന് സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ട് പോകാം എന്നുള്ള ആ ഒരു ലെവലിൽ ചിന്തിക്കുന്ന ഒരാളാണ് ഗൈസ് ഞാൻ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇനി ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഞാനിവിടെ ഐബ്രോക്ക് എൻ്റെ ആദ്യത്തെ മസ്കാരൻ്റെ ആ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുക ഐബ്രോക്ക്. അല്ലാതെ ഐബ്രോ കിറ്റൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് അങ്ങനെ കുറച്ചും കൂടെ കംഫർട്ടബിൾ, പെട്ടെന്ന് ഈസിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എൻ്റെ പണ്ടത്തെ മസ്കാരൻ്റെ ട്യൂബ് എടുക്കും, ഇതിങ്ങനെ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഞാൻ ഐബ്രോ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും. ഓൾറെഡി അത്യാവശ്യം കളറുണ്ട് ഐബ്രോന്, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക മാത്രമേ പാടുള്ളൂ. ഓവറായി പോയാൽ പ്രശ്നമാണ്. കരിങ്കാളിയല്ലേ ഏതെല്ലാം പാട്ട് പാടേണ്ടി വരും, ആൾക്കാർ നമ്മളെ കാണും. നമ്മളതൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക, അത്രയും. പിന്നെ ദെൻ മസ്കാര. ഞാൻ 2-3 ടൈപ്പ് മസ്കാര യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ എന്തായാലും ഈ ഒരു ബ്രഷ് വെച്ചായിരിക്കും നമ്മൾ മസ്കാര യൂസ് ചെയ്യുക. സോ അതിൻ്റെ മുന്നേ ഞാനൊരു പാലറ്റ് എടുക്കും. ഈ പാലറ്റിലുള്ള എന്താണോ ഡ്രസ്സ്, ആ ഡ്രസ്സിൻ്റെ ഒരു ലൈറ്റ് കളർ ഷെയ്ഡ് എപ്പോഴും യൂസ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഇതിടുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ മക്കാറാക്കും ഗൈസ്. ആളെ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. എപ്പോഴും എന്താ കണ്ണിൽ ചായ വാരി തേച്ചാണോ ചോദിക്കും, പക്ഷെ ഞാൻ ലൈറ്റായിട്ടാണ് ഇടല്. ആക്ച്വലി നമ്മളിന്നിപ്പോൾ ഈ ഒരു ഡ്രസ്സാണ്, അപ്പോൾ ഇതിന് മാച്ച് ആവുന്ന നമുക്ക് ഒരു അത്യാവശ്യം ഒരു മാറ്റ് കളർ സംഭവമുണ്ട്. നമുക്ക് ഇതെടുത്തിട്ട് ഗൈസ് എനിക്കിഷ്ടമാണ് ഇങ്ങനെ സെയിം മാച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്, ഭയങ്കര ഇഷ്ടമാണ്. ബ്രഷിലും കുറച്ചും കൂടെ കംഫർട്ടബിൾ എനിക്ക് ഫീൽ ചെയ്യുക ഗൈസ് കൈയാണ്. ഗൈസ് കൈനേക്കാൾ വലിയ ബ്രഷ് ഇല്ല സത്യം പറഞ്ഞാൽ. കുറച്ചും കൂടെ അപ്ലൈയിങ് മെത്തേഡിനൊക്കെ കുറച്ചും കൂടെ നല്ലത് കൈ തന്നെയാണ്. ഞാൻ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് കൂടുതൽ യൂസ് ചെയ്യുക കൈ തന്നെയാണ്. അത്യാവശ്യം നന്നായിട്ട് ബ്ലെൻഡായി കിട്ടും ബ്രഷിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട്. നമ്മളിതാ കണ്ണിൻ്റെ മുകളിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കണ്ണ് എഴുതുന്നതിന് മുന്നേ മസ്കാര തന്നെയാണ്. മസ്കാരയും ലിപ്സ്റ്റിക്കും ഇട്ട് എനിക്കൊരു കളിയില്ല ഗൈസ്. അത് രണ്ടും എനിക്ക് അത്രയും ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ. കുറച്ചും കൂടെ നമ്മുടെ സ്കിന്നിനെ ഹൈലൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന 2 പ്രോഡക്റ്റ്സ് ആണ്, വേറെ ഒന്നും വേണ്ട. ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഈ ഒരു കണ്ണും ഈ ഒരു കണ്ണും അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ കൺപീലി പൊന്തി നിൽക്കും ഗൈസ്. കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആവും ഗൈസ്, അതാണ് ഉദ്ദേശിച്ചത്. മസ്കാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇനി ഞാൻ രണ്ടാമത്തെ അൾട്രാലാഷിൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം എൻ്റെ ഫേവറേറ്റ് മസ്കാരാസിലൊന്നാണ് ഈ ഒരു അൾട്രാലാഷിൻ്റെ മസ്കാര. നമ്മൾ ഇനി ഐലാഷൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ അപ്ലൈ ചെയ്താലും സെറ്റായിരുന്നു ഗൈസ്. നല്ല അടിപൊളി മസ്കാരയാണ്. സോ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മസ്കാര യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കണ്ണി കുത്താതെ നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്കെപ്പോഴും കണ്ണി കുത്തിക്കൊണ്ടാണ് ഗൈസ്. മസ്കാര കുറച്ചും കൂടെ നമുക്കൊരു ബോൾഡ് ലുക്ക് തരും ഗൈസ്. അടിപൊളിയാണ് മസ്കാര. പിന്നെ കണ്ണ് മാറി നമുക്ക് ശരിക്കും ആക്ച്വലി ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കിനൊക്കെ ജസ്റ്റ് മസ്കാര മാത്രം മതി, നമ്മൾ കണ്ണും കൂടെ എഴുതാമെന്നില്ല. പിന്നെ നെക്സ്റ്റ് നമ്മളിതാ കൺമഷിയാണ്. കൺമഷി ഞാനിതാ ഇന്ത്യൻ സ്റ്റേൻ്റെ 100 Hours കാജലാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ അർബൻ കളർ ബ്രാൻഡിൻ്റെ. സോ ഇതെൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറബിൾ ആണ്. സോ നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റ് ആണ്. 10 hourലൊക്കെ മുകളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. സോ ഇത് നമ്മളിത് കണ്ണിൻ്റെ ടോപ്പിൽ എഴുതി കൊടുക്കും. അങ്ങനെ നമ്മളുടെ കണ്ണ് മുകളിൽ എഴുതി കൊടുക്കുന്നത്. താഴെ ഞാൻ എപ്പോഴും നമ്മുടെ ഹിമാലയൻ്റെ ട്യൂബ് വെച്ചിട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ താഴെ കൺമഷി എഴുതുന്ന സമയത്ത് പരക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വേർത്ത് പരക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം കൺമഷി എഴുതുക, അതിൻ്റെ മുകളിൽ കൂടെ ഒരു ലൈൻ ഐലൈനർ കൊടുക്കുക. അപ്പോൾ ഒരിക്കലും പരക്കൂല, സെറ്റായിട്ട് നിൽക്കും. അപ്പോൾ ഇത് നമുക്ക് എഴുതാം. കണ്ണും നമ്മൾ എഴുതി കൊടുക്കുന്നത്. സോ ഐ മേക്കപ്പ് ഏകദേശം ഫിനിഷായി ഗൈസ്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ കമ്മലിടുക. കമ്മൽ ഞാൻ ഇന്നിപ്പോൾ സിമ്പിളാവാന്ന് ചോദിച്ചു, കുറച്ച് എന്താ പറയുക, ഒരു സ്റ്റഡ് മാത്രം യൂസ് ചെയ്തു. നമുക്ക് എൻ്റെ സ്കിൻ ഞാൻ ഇത്ര അടുത്ത് നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്ലിയർ സ്കിന്നും ആക്നീസും
അത്യാവശ്യം നല്ല കളറും ഒക്കെ വെച്ചിട്ടുണ്ട്. സോ ഇതാണ് ഞാൻ ഡെയിലി മേക്കപ്പ് ചെയ്യുക. ഫങ്ഷൻ വരികയാണെങ്കിലൊക്കെ ഇപ്പം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ കുറച്ച് കൺമഷിയും കൂടെ അല്ല ഐലൈനർ നമ്മൾ കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യണം. അത് പറയാൻ വിട്ടുപോയി ഗൈസ്. പിന്നെ ഞാൻ എൻ്റെ ഒറിജിനൽ കണ്ണാടി നോക്കി അപ്പോൾ എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി. സോ നമുക്ക് ഇത് ചെയ്ത് ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയ കൺമഷിയാണ് ഗൈസ്. എന്തോ ഒരു ഓഫറിൽ തന്നെ ഇതും മസ്കാരയും കൂടി. ഇതിൻ്റെ മസ്കാര ഉണ്ട്, അത് പക്ഷേ യൂസ് ചെയ്യില്ല. മസ്കാര എനിക്ക് അത്ര ലൈക്ക് ആയില്ല. സോ ഇനി നമ്മൾ താഴെ കൂടെ വാട്ടർ ലൈൻ എഴുതി കൊടുക്കണം ഗൈസ്. ഇത് വേണോ? സോ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഞാൻ ഇങ്ങനെയാണ് ഗൈസ് പുറത്ത് പോവാറ്. വർക്കിന് പോകുമ്പോഴും നിങ്ങൾ എന്നെ ഇൻസ്റ്റഗ്രാമിലെ റീൽസ് കാണുന്ന സമയത്തും ഒക്കെ ഞാൻ ഈ ഒരു മേക്കപ്പാണ്. പിന്നെ നമ്മൾ ഡ്രസ്സിനനുസരിച്ച് നമ്മുടെ കമ്മൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫേസ് അതിനനുസരിച്ച് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡെയിലി മേക്കപ്പ് റൊട്ടീൻ. നാളെ ഇപ്പോൾ ഞാനൊരു ഫംഗ്ഷന് പോവുകയാണെങ്കിലും ഈ ഒരു മേക്കപ്പിൽ തന്നെയാണ് പോകുന്നത്. ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഫൗണ്ടേഷനും കാര്യങ്ങളും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് പക്ഷെ ഞാൻ അതൊന്നും യൂസ് ചെയ്യില്ല. ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. പിന്നെ ലാസ്റ്റായിട്ട് പറയാനുള്ളത് ഫൗണ്ടേഷൻസും കൺസീലേഴ്സും ഒക്കെ ഡെയിലി യൂസ് ചെയ്യാതിരിക്കുക. ഡെയിലി സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഡെയിലി യൂസ് ചെയ്യുകയും ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. മാളൂസ് സ്റ്റോറീസിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ.